നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെത്തോലി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഫ്രഷ് നെത്തോലിയാണ് എനിക്ക് കിട്ടിയത്. തലേദിവസം രാത്രിയിൽ കിട്ടിയതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. രാവിലെ നേരത്തെ എടുത്ത് വെളിയിൽ വെച്ചു. അങ്ങനെ ഐസൊക്കെ പോയിട്ടിരിക്കുകയാണ്, തണുപ്പെല്ലാം മാറിയിട്ടിരിക്കുവാണ്. ഇത് ആദ്യമേ ഉപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകണം. കഴുകി 3-4 വെള്ളത്തിൽ കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മുള്ളെടുത്ത് കളയാം. മുള്ള് ഈസിയാണ് എടുത്ത് കളയാൻ. തലയും മുള്ളും കളഞ്ഞെടുക്കണം തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കുറച്ച് അധികം നേരം വേണ്ടി വരും തോരൻ നെത്തോലി ഉണ്ടായതുകൊണ്ട്. ഇനി നമുക്ക് അരപ്പുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഒത്തിരി ചൂട് ഉണ്ടായതുകൊണ്ടാണ് ഒരു തേങ്ങ എടുത്തത്. ചെറിയൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് മുളക് പൊടി, എരിവിനാവശ്യമുള്ള മുളക് പൊടി എടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 2-3 വെളുത്തുള്ളി അത് ചതച്ചതും ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും മീനാണ് നമുക്കുള്ളത്. അതിനനുസരിച്ചുള്ള അരപ്പാണ് വേണ്ടത് നമുക്ക്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. തോരൻ അരയ്ക്കുന്ന കണക്കൊന്ന് അരച്ചെടുക്കാം. ഇനി പാൻ ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പം ഒരു 1/4 സ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പ് നന്നായി മൂത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ തോരന് രുചി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ച ചെവ ഉണ്ടാവും. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആ തേങ്ങയുടെയും പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വരും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി നമുക്ക് താളിച്ച് കൊടുക്കാം. തേങ്ങ അരച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും മീനിടുമ്പം ഈ ഉപ്പ് പോരാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി അരപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പൊടികളും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി മീനിട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് അരപ്പിൻ്റെ. ഇനി മീനും അരപ്പും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. മീനൊന്ന് വേവട്ടെ. ഇനി അടച്ച് വെച്ചിട്ട് തീ സിമ്മിലിടാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി ഈ വെള്ളമെല്ലാം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളം വറ്റിക്കാം. 1 സ്പൂൺ പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞെടുത്തതാണ്. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയാൽ ഈ മീനെല്ലാം പൊടിഞ്ഞ് തോരൻ റെഡിയായി കഴിയുമ്പം അത് ഏത് മീനാണെന്ന് ആർക്കും മനസ്സിലാവില്ല. അത് എന്ത് തോരനാണെന്ന് ആർക്കും മനസ്സിലാവില്ല. അത്രയ്ക്ക് രുചിയുള്ളൊരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഒത്തിരി പൊടിച്ച് കളഞ്ഞില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിനകത്ത് കിടക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഈ ചൂടത്തോരൻ അല്ലെങ്കിൽ നെത്തോലി തോരൻ ഉണ്ടാക്കി നോക്കണം. വളരെ രുചിയാണ്. താങ്ക് യു.